നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസോർഡറിന്റെ സീരീസ് ആണ്. അതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ രണ്ട് ചെറിയ വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന് തേർഡ് വീഡിയോ ആണ്. ഹാഷിമോട്ടോ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പോതൈറോയിഡിസം ഈസ് എൻ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. അതിന്റെ നമ്പർ 1 റീസൺ ഈ ഗ്ലൂട്ടൻ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാവുന്ന ഗ്ലൂട്ടന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4% ആണ്. പക്ഷെ ഒന്ന് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ഫുഡും സ്റ്റോർഡ് ഫുഡും പ്രോസസ്ഡ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും ഫ്രക്ടോസും ബിസ്ക്കറ്റ്സും ലേസും കെച്ചപ്സും ഇതൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ 15 മുതൽ 20% വരെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. 4% മാത്രമേ നമ്മുടെ ശരീരത്തിന് ഗ്ലൂട്ടൻ താങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ 15 മുതൽ 20% വരെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂട്ടൻ എങ്ങനെയാണ് നമ്മളെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്നത് നോർമലി ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടൻ ആണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഓട്ടോഇമ്യൂൺ ഡിസോർഡറിന് ക്രോണിക് ഫെറ്റിക് സിൻഡ്രോമോ സെലിയാക് ഡിസീസോ പ്രധാനമായിട്ടും ഹൈപ്പോതൈറോയിഡിസം ആയിക്കോട്ടെ ആമവാദം ആയിക്കോട്ടെ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ് നിങ്ങളെ ഡയഗ്നൈസ് ചെയ്തതെങ്കിൽ നിങ്ങൾ ആദ്യം എലിമിനേഷൻ ഡയറ്റിൽ ഒഴിവാക്കേണ്ട ഒരു ഡയറ്റാണ് യാതൊരു സംശയവുമില്ല ഗ്ലൂട്ടന്റെ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.